ബേപ്പൂർ തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ച വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് കടക്കുകയാണ്. അതിൽ 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതാണ്. 4 പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൈദ്യസഹായം തേടി കപ്പൽ കമ്പനി സമീപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരികയാണ്. 15 ആംബുലൻസുകൾ ബേപ്പൂർ തുറമുഖത്ത് എത്തിയിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യ ദാസ് ചേരുകയാണ്. രമ്യ, കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, നിലവിൽ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഇതുതന്നെയാണ്. ഈ കപ്പൽ കമ്പനി ആശുപത്രി അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വൈദ്യസഹായവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് ഇത്തരത്തിൽ ഈ കമ്പനി അധികൃതർ വിളിച്ച് ഇത്തരത്തിൽ സഹായം തേടിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ബേപ്പൂർ തുറമുഖത്ത് തന്നെ 15ഓളം ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് തന്നെയാണോ, അതായത് ബേപ്പൂരിലേക്ക് തന്നെയാണോ എന്നതിൽ ഈ പരിക്കേറ്റവരെ എത്തിക്കുക എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല. കാരണം ബേപ്പൂരിലേക്ക് 70 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ബേപ്പൂരിലേക്കുള്ളത്. എന്നാൽ ഇവർക്ക് ഇതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ അഴീക്കലിലേക്കും അല്ലെങ്കിൽ മംഗലാപുരത്തേക്കുമാണ് എത്തിക്കാൻ കഴിയുക. കൂടാതെ തന്നെ സാങ്കേതികമായ മറ്റു വശങ്ങൾ ഇതിലുണ്ടെന്ന് കൂടി നേരത്തെ പോർട്ട് ഓഫീസറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. കാരണം വലിയ കപ്പലുകളിൽ ഈ പരിക്കേറ്റവരെ തീരത്തേക്ക് എത്തിക്കുമ്പോഴും അവിടെ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് ഇവരെ മാറ്റേണ്ടതുണ്ട്. അതായത് ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തിക്കുന്നതിനായിട്ട് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിലെടുക്കുന്ന സമയം, അതുപോലെ തന്നെ ദൂരം എന്നിവ ബേപ്പൂരിനെ തിരഞ്ഞെടുക്കാൻ ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ സൗകര്യം ഉണ്ടാവുക അഴീക്കലിലേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തേക്കോ തന്നെയാണ് എന്ന് തന്നെയാണ് പോർട്ട് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. കാരണം ഈ പരിക്കേറ്റവരെ എങ്ങോട്ടാണ് എത്തിക്കുന്നതെന്ന് എന്ത് തന്നെയായാലും ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതരുമായി ഈ കമ്പനി അധികൃതർ സംസാരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സംഗീത, കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ബേപ്പൂർ തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് കോഴിക്കോട് നിന്നാണ്. അവിടെ ആശുപത്രിയിൽ വൈദ്യസഹായം തേടി കപ്പൽ കമ്പനി സമീപിച്ചു എന്നുള്ള ഒരു വിവരമാണ് അവിടെ വരുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആണ് അവർ വൈദ്യസഹായം തേടി സമീപിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടേക്ക് തന്നെയാണോ ഇവരെ എത്തിക്കുക എന്നുള്ള സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. 15 ആംബുലൻസുകൾ എന്താണെങ്കിലും ബേപ്പൂർ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. അത് എല്ലാ തരത്തിലും സുസജ്ജമായ രീതിയിലാണ് ആംബുലൻസുകൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം 18ഓളം ആളുകളാണ് ഇതിൽ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. 4 പേരെ നമുക്ക് കാണാനില്ല. മാത്രമല്ല ഈ 18 പേർ രക്ഷപ്പെട്ടതിൽ 2 പേരുടെ നില ഗുരുതരം എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് അവർ ഏത് സമയത്ത് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയാറായിട്ടില്ല. രമ്യാദാസ് ഉണ്ട് അവിടെ നിന്ന്. രമ്യ, ഞാൻ ചോദിച്ചു വന്നത് ഈ ആശുപത്രി അധികൃതരുമായി ഈ കപ്പൽ കമ്പനി അധികൃതർ നേരിട്ടാണല്ലോ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത, അതായത് ഈ പരിക്കേറ്റവരെ ആരെങ്കിലും എത്രയെങ്കിലും വരെ മുഴുവൻ ആൾക്കാരെ അല്ലെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ള തരത്തിലൊരു സ്ഥിരീകരണം ഈ ആശുപത്രി അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടോ? അതുപ്രകാരമാണോ ഇപ്പോൾ ഈ ബേപ്പൂർ തുറമുഖത്ത് ആംബുലൻസുകൾ സജ്ജമായി നിൽക്കുന്നത്? സംഗീത, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഈ പരിക്കേറ്റവരെ എത്തിക്കാൻ കഴിയുന്നത് ഒന്ന് ബേപ്പൂർ തുറമുഖം, അതുപോലെ തന്നെ ഈ അഴീക്കൽ തുറമുഖത്തിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുള്ളത്. കൂടാതെ മംഗലാപുരം, ഈ 3 സ്ഥലങ്ങളിലേക്കാണ് ഈ പരിക്കേറ്റവരെ മാറ്റാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ബേപ്പൂരിലേക്ക് മാറ്റുമ്പോൾ അതിന് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ദൂരം കൂടുതലാണ്. കൂടാതെ തന്നെ വലിയ ഷിപ്പിൽ ഈ പരിക്കേറ്റവരെ എത്തിക്കുമ്പോൾ അവരെ വീണ്ടും ചെറിയ ബോട്ടിലേക്ക് മാറ്റി വേണം ഇത്തരത്തിൽ തീരത്തേക്ക് കൊണ്ടുവരാനും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക്, ആശുപത്രിയിലേക്ക്, അതായത് ബേപ്പൂർ തുറമുഖത്തു നിന്നും ആശുപത്രിയിലേക്ക് മാറ്റാനും ദൂരവും സമയവും എല്ലാം എടുക്കും. പക്ഷേ ഇതിനെ മറിച്ച് നോക്കുകയാണെങ്കിൽ അഴീക്കലും അതുപോലെ തന്നെ മംഗലാപുരവും കൂടുതൽ എളുപ്പത്തിൽ ഈ പരിക്കേറ്റവരെ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ സാധ്യതയാണ് കപ്പൽ കമ്പനി തേടിയിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ. അതായത് ബേപ്പൂരിലേക്ക് കൊണ്ടുവന്നാലും അല്ലെങ്കിൽ അഴീക്കലിലേക്കോ മംഗലാപുരത്തേക്കോ മാറ്റുകയാണെങ്കിൽ അവിടെയുള്ള ആശുപത്രികളുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അവർ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സാധ്യത പരിശോധിച്ച ശേഷം, കാരണം എത്രയും പെട്ടെന്ന് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുക എന്ന് തന്നെയാണ് ലക്ഷ്യം വരുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ സാധ്യത കൂടി ഇവർ പരിശോധിക്കുന്നുണ്ട്. കാരണം ബേപ്പൂരിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ബേപ്പൂരിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് സൗകര്യങ്ങളുള്ള ഇടം ഏതാണ്, അത്തരത്തിലായിരിക്കാം ഈ ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതരുമായി ഇത്തരത്തിൽ ഒരു സഹായം തേടിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 15ഓളം ആംബുലൻസുകളാണ് ഇവിടെ ബേപ്പൂർ തുറമുഖത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത്തരത്തിൽ മംഗലാപുരത്തും അതുപോലെ തന്നെ അഴീക്കലും ഇത്തരത്തിൽ സജ്ജീകരണങ്ങൾ തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക്
നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ഇവരെ ഇങ്ങോട്ടാണോ എത്തിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ഈ വിഷയവുമായി പോർട്ട് ഓഫീസറുമായി സംസാരിച്ചിരുന്നു. എങ്കിൽ കൂടി ഇതിൽ പോർട്ട് ഓഫീസറും പറഞ്ഞത് തന്നെയാണ്, ഇതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എങ്ങോട്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എങ്കിൽ കൂടി ഇവിടെ ബേപ്പൂരിൽ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർ വരികയാണെങ്കിൽ പുറം കടൽ 2ഓളം ടഗുകൾ ഇത്തരത്തിൽ പരിക്ക് പറ്റിയവരെ തീരത്തേക്ക് എത്തിക്കുന്നതിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. സംഗീത. രമ്യ, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എത്തരത്തിലാണ് മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമടക്കം കോഴിക്കോട്, എറണാകുളം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ടല്ലോ. അവിടുത്തെ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും അതെങ്ങനെയാണ്? തീർച്ചയായും സംഗീത, ജില്ലാ ഭരണകൂടത്തിനും ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ വിഷയവുമായി ഇടപെട്ടിട്ടുണ്ട്. ഈ കോഴിക്കോട് ആശുപത്രി അധികൃതർക്കും ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണവും ഒരുക്കി ഇത്തരത്തിൽ രോഗികളെ, ഈ പരിക്കേറ്റവരെ മാറ്റുകയാണെങ്കിൽ അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കാൻ തന്നെയാണ് ഈ ആശുപത്രി അധികൃതർക്കും ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ കോഴിക്കോട് ഇത്തരത്തിൽ പരിക്കേറ്റവരെ എത്തിക്കുകയാണെങ്കിൽ പൂർണ്ണമായി സജ്ജമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എങ്കിൽ കൂടി ഇവിടേക്കാണ് ഇവരെ എത്തിക്കുക എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ദൂരം, സമയം എന്നിവ എല്ലാം കണക്കിലെടുത്തായിരിക്കും ഇത്തരത്തിൽ പരിക്കേറ്റവരെ എത്രയും എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന അടുത്തുള്ള ആശുപത്രികൾ ഏതാണോ അത്തരത്തിൽ മാറ്റുക എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ പറയാൻ കഴിയുന്നത്. സംഗീത.